ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വളരെ വിവാദമായി മാറിയിട്ടുള്ള ഒരു കാര്യമുണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുന്നത്. അത് സതീശൻ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണ് എല്ലാവർക്കും പ്രശ്നമായതും അതിൻ്റെ പുറത്ത് വലിയ വിവാദങ്ങൾ നടന്നതും. അത് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരാണ്. അത് വടശ്ശേരി ദാമോദരൻ മേനോൻ സതീശൻ എന്നുള്ളതാണ് അദ്ദേഹം വായിച്ചത്. അപ്പോൾ അതിൽ ചില ആളുകൾ പറയുന്നത് അദ്ദേഹം MLA ആയി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ദാമോദരൻ മേനോൻ എന്നുണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ അദ്ദേഹം ദാമോദര മേനോൻ എന്ന് ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ് വലിയ വിമർശനമായി പറഞ്ഞിട്ടുള്ളത്. ആ വിമർശനം വന്നത് സാധാരണ ഒരു സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, ഒരു ജാതിവാൽ ചേർത്തു എന്ന് പറയുന്ന വിമർശനം മാത്രമല്ല, യഥാർത്ഥത്തിൽ ചാനൽ ചർച്ചകളിലൊക്കെ തന്നെ പങ്കെടുക്കുന്ന ജിൻഡോ ജോൺ എന്ന് പറയുന്ന നമുക്ക് പരിചയമുള്ള ഒരു വ്യക്തിത്വമുണ്ട്. അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്. അദ്ദേഹം ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും തന്നെ സുപരിചിതനായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി വന്നിരുന്നു. ആ പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞത് ജിൻഡോ ജോൺ സുറിയാനി റോമൻ ക്രിസ്ത്യൻ ജിൻഡോ ജോൺ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ലെന്നും പകരം ജിൻഡോ ജോൺ അതിലറിഞ്ഞാൽ മതിയെന്നും ഒരല്പം ലെഫ്റ്റ് കലർന്നിട്ടുള്ള ഒരു കോൺഗ്രസ് ഐഡിയോളജിയാണ് എൻ്റെ എന്നും അതുകൊണ്ട് തന്നെ ഇതിനോട് അനുകൂലിക്കുന്നില്ല എന്നുമൊക്കെ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ വ്യക്തമായി VD സതീശൻ്റെ കാര്യം പറഞ്ഞില്ല, പക്ഷേ യഥാർത്ഥത്തിൽ അത് വായിച്ചു നോക്കുന്ന ആർക്കും മനസ്സിലാവും ഇത്തരത്തിൽ ജാതിവാലി ചേർക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു പോസ്റ്റ് ഇടുകയും അത് മലയാളത്തിലെ ചാനലുകളിലൊക്കെ തന്നെ വലിയ വാർത്തയാവുകയും ചെയ്തു എന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതിന് ശേഷം ഞാൻ ക്രൈം ഓൺലൈനിൽ ഒരു ഇൻ്റർവ്യൂവിന് ചെന്നിരിക്കുമ്പോൾ അവരെന്നോട് പെട്ടെന്ന് ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് മാത്രമേ ഈ വിഷയം അറിഞ്ഞിട്ടുണ്ടായുള്ളൂ. ആ വിഷയം അറിഞ്ഞപ്പോൾ തന്നെ ഞാനിതിൻ്റെ 2 ആസ്പെക്റ്റുകൾ കൂടി അവരോട് പറഞ്ഞിരുന്നു. അതെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോടുകൂടി പറയണം എന്ന് തോന്നിക്കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അതിൽ ഒന്നാമത്തെ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ജിൻഡോ ജോണിൻ്റെ വാദത്തിന് എത്രത്തോളം ബലമുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇത് അദ്ദേഹത്തിൻ്റെ പേരോ അദ്ദേഹത്തിൻ്റെ മകളുടെ പേരോ അല്ല. ആ മകളുടെ പേരിലോ അദ്ദേഹത്തിൻ്റെ പേരിലോ ഒക്കെ ഒരു ജാതിവാൽ ചേർക്കുന്നു എന്ന് പറഞ്ഞാൽ അത് മോശമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് അദ്ദേഹം വിമർശിക്കപ്പെടാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ നിരവധി പേർ ഇപ്പം നമ്മുടെ സൗഹൃദ വലയത്തിലൊക്കെ അങ്ങനെയുണ്ട്. പക്ഷെ അവർക്ക് പോലും ഇതിൻ്റെ ഗൗരവം ബോധ്യപ്പെടാതെ അവർ വെക്കുന്നതാണ്. അതുകൊണ്ട് നമുക്കിപ്പോൾ അവരെ കുറ്റപ്പെടുത്താനൊന്നും കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മളൊന്നും പറയാത്തത്. പക്ഷേ VD സതീശൻ വളരെ പുരോഗമനപരമായിട്ടുള്ള നിലപാടുള്ളയാൾ സതീശൻ മേനോൻ എന്ന് വെച്ചിരുന്നെങ്കിൽ ഒരു പ്രശ്നമായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ അത്തരത്തിൽ പിതാവിൻ്റെ പേര് അദ്ദേഹത്തിനായിട്ട് മാറ്റാൻ പോലും കഴിയുന്നൊരു കാര്യമില്ല, അദ്ദേഹത്തിൻ്റെ കൺട്രോളിൽ നിൽക്കുന്നൊരു കാര്യമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് ഒഫീഷ്യലി അങ്ങനെയുള്ളതാണെങ്കിൽ അത് വായിച്ചതിൽ തെറ്റില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ തന്നെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഇത് അങ്ങനെ അത്രമാത്രം ലളിതമായി കാണേണ്ട ഒരു കാര്യമല്ല. അതിനും അപ്പുറത്തേക്കുള്ളൊരു സംശയം കൂടി ഞാൻ ആ ഇൻ്റർവ്യൂ നടത്തുമ്പോൾ ഗൗതം കൃഷ്ണയോട് അതിൽ പറഞ്ഞിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ആ ഭാഗമാണ് എനിക്ക് നിങ്ങളോട് ഏറ്റവും പ്രധാനപ്പെട്ടത് പറയാനുള്ളത്. ഇതിൻ്റെ പിന്നിലും ഒരു സതീശൻ്റെ കാഞ്ഞ ബുദ്ധിയും തന്ത്രവും ഉണ്ട് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം വളരെ തന്ത്രശാലിയായിട്ടുള്ളൊരു മനുഷ്യനാണ്. ഞാൻ വിചാരിക്കുന്നില്ല ജിൻഡോ ജോൺ പോലും ഈ പ്രസ്താവന നടത്തിയതും ഇത്തരത്തിലൊരു വിവാദം കുത്തിപ്പൊക്കിയതുമൊക്കെ തന്നെ അദ്ദേഹത്തെ അനുകൂലിക്കാൻ വേണ്ടിയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണവുമൊക്കെ ആണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമ്പോൾ കേട്ടുകൊണ്ടിരുന്ന ഏറ്റവും വലിയ വിമർശനം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് തന്നെ കൃത്യമായിട്ട് അറിയാം, ഒരു പരിധിക്കും അപ്പുറത്തേക്ക് കോൺഗ്രസിൻ്റെ സപ്പോർട്ടില്ലാത്ത, കോൺഗ്രസിൻ്റെ നിയമസഭാ സാമാജികരുടെ ഭൂരിപക്ഷമില്ലാത്ത, അതിൽ ഏറ്റവും കുറവ് ആളുകൾ മാത്രം സപ്പോർട്ട് ചെയ്തിട്ടുള്ള VD സതീശൻ എങ്ങനെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി മാറിയത് എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ, അത് മുസ്ലിം ലീഗിൻ്റെ വലിയ സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. മുസ്ലിം ലീഗിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിം ലീഗ് നിങ്ങളുടെ പാർലമെൻ്ററി പാർട്ടി ലീഡറെ തീരുമാനിച്ചതിന് ശേഷം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഞങ്ങളെ അറിയിക്കണമെന്നും അതിനുശേഷം ഞങ്ങൾക്ക് യോഗം ചേരണമെന്നും പറഞ്ഞപ്പോൾ ഹൈക്കമാൻഡ് അടക്കം ഒന്ന് നടുങ്ങിയിരുന്നു. കൂടാതെ അവർ അടുത്ത തവണ വയനാട് പ്രിയങ്ക ജയിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പു പറയാൻ കഴിയില്ലെന്നും ഉപതെരഞ്ഞെടുപ്പിൽ KC വേണുഗോപാൽ ജയിക്കുമെന്ന് ഉറപ്പു പറയാൻ കഴിയില്ല എന്നുമൊക്കെ പറഞ്ഞിരുന്നു. കാരണം KC വേണുഗോപാലിനെ 3 ദിവസം മുമ്പ് തീരുമാനമെടുത്ത് വെച്ചിരുന്നു. പക്ഷേ ഇത് പ്രഖ്യാപിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു സമ്മർദ്ദം മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. മുസ്ലിം ലീഗ് അഡമൻ്റായി VD സതീശന് വേണ്ടി പറഞ്ഞു എന്ന് മാത്രമല്ല MSFകാരായിട്ടുള്ള ആളുകൾ, ഇവിടെ നിന്ന് ടൂറ് പോയി ഡൽഹിയിലെത്തിയിട്ടുള്ള ആളുകൾ പോലും VD സതീശൻ്റെ സ്വീകരണം ഒരുക്കുകയും സണ്ണി ജോസഫിനെ കൂവുകയും ഒക്കെ ചെയ്തിരുന്നു എന്നുള്ളത് നമ്മൾ മറന്നുപോയത്. അപ്പോൾ ഇത് ഏതാണ്ട് ഒരു മുസ്ലിം ലീഗിൻ്റെ നോമിനി ആയിട്ടുള്ള മുഖ്യമന്ത്രിയാണ് എന്ന് പറയുന്ന ഒരു പേര് കിട്ടിയോ എന്ന് പറയുന്ന സതീശനൊരു തോന്നലുണ്ടായിരുന്നു. ഇതിനേക്കാൾ അപകടകരമായിട്ടുള്ളൊരു കാര്യം, ഈ കോൺഗ്രസ് ഇദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് സതീശൻ യുഗം, സതീശൻ സൂപ്പറാണ് എന്നൊക്കെ പറഞ്ഞ് നിരവധി വീഡിയോകൾ മീഡിയ വണ്ണും അവരുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലായിട്ടുള്ള മീഡിയ വൺ ചെയ്തിരുന്നു. എന്ന് പറഞ്ഞാൽ മീഡിയ വണ്ണിൽ തന്നെ അവരുടെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള വെൽഫെയർ പാർട്ടി തന്നെ ഈ സഖ്യകക്ഷിയായില്ലെങ്കിൽ അവരുടെ പിന്തുണ മേടിക്കുകയും
അവർക്ക് മതരാഷ്ട്രമില്ല എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങളൊക്കെ ഓർക്കുണ്ടാവും. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് വി.ഡി. സതീശൻ പുറത്ത് പറയുകയൊക്കെ ചെയ്തുകൊണ്ട് അവർക്ക് തന്നെ ഒരു മുഖംമൂടി വെച്ചു കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. കേട്ടിട്ട് സത്യത്തിൽ അവരുടെ പ്രവർത്തകർ പോലും ഞെട്ടിയായിരുന്നു. കാരണം അവർ ഇസ്ലാമിക രാജ്യമുണ്ടാക്കാനും മതരാഷ്ട്രം ഉണ്ടാക്കാനും നടക്കുന്നവരാണെന്ന് അവർക്കെല്ലാവർക്കും അറിയാം. പക്ഷേ പൊതുജനങ്ങളുടെ അടുത്ത് ഒരു പെയിൻ്റടി നടത്താൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ വി.ഡി. സതീശൻ ശ്രമിച്ചിരുന്നു. അത് വലിയ ഡാമേജ് ഉണ്ടാക്കിയത്. അതിനേക്കാൾ വലിയ ഡാമേജ് ഉണ്ടാക്കിയത് പിന്നീട് UDFന് വേണ്ടി നിരന്തരമായി, പ്രത്യേകിച്ച് വി.ഡി. സതീശന് വേണ്ടി മാത്രമായി നിരന്തരമായി പണിയെടുത്തുകൊണ്ടിരുന്നത് മീഡിയ വണ്ണാണ്. ഓവർ ടൈം പണിയെടുക്കായിരുന്നു. എനിക്ക് തോന്നണത് ദാവീദ് സാഹിബും അതുപോലെ നിഷാദ് റാവുത്തറും അജിംസും ഒന്നും കുളിച്ചിട്ട് തന്നെ ഇപ്പോൾ 2-3 മാസമായിട്ടുണ്ടാവും എന്നുള്ളതാണ്. കാരണം അതിന് പോലും അവർക്ക് സമയം കിട്ടിയിട്ടില്ല. കഞ്ഞി പോലും കുടിച്ചിട്ടില്ല എന്നാണ് ഞാൻ അറിയുന്നത്. അപ്പം അത്തരത്തിൽ വലിയ അഹോരാത്രം അവർ പണിയെടുത്തുകൊണ്ടിരുന്നു. സത്യത്തിൽ സതീശൻ പോലും അത്ര പണിയെടുത്തില്ല എന്നുള്ളതാണ്. കൂടാതെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആയിക്കൊന്നുള്ള തോന്നലുണ്ടായപ്പോൾ അദ്ദേഹത്തെ പറയാൻ പറ്റുന്ന എല്ലാ ചീത്തയും ഇവർ പറഞ്ഞു. ഏതാണ്ട് മുസ്ലിം വിരുദ്ധനാക്കി എന്നുള്ളത് മാത്രമല്ല, വലിയ തോതിൽ അദ്ദേഹത്തെ വിജയം റാഞ്ചിയെടുക്കാൻ വന്ന കഴുകനാണ്, പരുന്താണ്, പിന്നെ ഈ പറഞ്ഞ പോലെ പറയാത്തൊന്നുമില്ല എന്നുള്ളതിലൊക്കെ വലിയ തോതിലുള്ള പ്രചരണം കൊടുത്തിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പ്രചരണം കൊടുക്കുകയും അദ്ദേഹത്തിന് യാതൊരു കഴിവും എടുക്കില്ലാത്ത ആളാണെന്ന് പറയുകയും അദ്ദേഹം ഹിന്ദുത്വ അജണ്ടയുടെ ആളാണെന്ന് പറയും, മുസ്ലിം സമുദായത്തിന് എതിരാണെന്നൊക്കെ പറയുന്ന തോന്നലൊക്കെ വരെ ഉണ്ടാക്കാവുന്ന നിരവധി പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നു. അപ്പോൾ ഇതുകൊണ്ട് തന്നെ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ ഒരു ജമാഅത്തെ ഇസ്ലാമി, അതുപോലെ മൗദൂദികളുടെയും ഈ പറയുന്ന IUMLൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ഒക്കെ മുഖ്യമന്ത്രിയാണോ എന്ന് പറയുന്ന ഒരു ചീത്തപ്പേര്, ഒരു സംശയം ആളുകൾക്ക് ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള കാര്യമുണ്ടായിരുന്നു. അപ്പോൾ അത് കളയാൻ യഥാർത്ഥത്തിൽ വി.ഡി. സതീശൻ കണ്ടിട്ടുള്ളൊരു വഴിയാണ് ഞാൻ വിചാരിക്കുന്നത് ഈ പറയുന്ന സതീദേവി ദാമോദര മേനോൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാവുകയും അതിൽ ഒരു വിവാദം മനഃപൂർവ്വമായി തന്നെ സൃഷ്ടിച്ചെടുക്കുകയും ചെയ്തത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇതൊരു തന്ത്രമാണ്. അതായത് മേനോനാണെന്നും ദാമോദര മേനോൻ എന്ന് പറയുമ്പോൾ ഞാൻ മറ്റൊരു വിഭാഗത്തിൻ്റെ കൂടി ആളാണെന്നും പ്രത്യേകിച്ചും NSSൻ്റെയും SNDPയുടെ ഒന്നും സപ്പോർട്ടില്ലാത്തതുകൊണ്ട് തന്നെ അതൊക്കെ നികത്താനുമുള്ള ഒരു പരിശ്രമമാണ് ഈ മുഖ്യമന്ത്രി കസേര കിട്ടിയതിന് ശേഷം വി.ഡി. സതീശൻ നടത്തിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി അതിലേക്ക് നയിച്ചിട്ടുള്ള എൻ്റെ ഈ സംശയത്തിൻ്റെ മറ്റൊരു ഘട്ടം കൂടി ഞാൻ പറയാം, ഒരു തെളിവ് കൂടി. ടൈംസ് നൗ വി.ഡി. സതീശനെ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു, എന്ന് പറഞ്ഞാൽ ഇൻട്രാക്ഷൻ ചെയ്തിരുന്നു. അപ്പോൾ വി.ഡി. സതീശൻ അവരുടെ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയുമ്പോൾ, അവർ ഇംഗ്ലീഷ് ചാനലാണ്, അവർ അഗ്രസീവായി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം ഒരു ചോദ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവർ ചോദിക്കുന്നത് ഈ മതമൗലികവാദികളെയും വർഗീയതകളെയും ഒക്കെ താങ്കൾ തുറന്നെതിർക്കില്ലേ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഇദ്ദേഹം ഉടനടി പറയുന്നത് നോ 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 ഐ എം എ ഹിന്ദു എന്നാണ്. യഥാർത്ഥത്തിൽ ഈ ചോദ്യം അദ്ദേഹത്തിന് മനസ്സിലായില്ല. അതിൻ്റെ പുറത്ത് കളിയാക്കാനൊന്നുമില്ല. മറ്റു പല ചോദ്യങ്ങൾക്കൊക്കെ അദ്ദേഹം കൃത്യമായിട്ട് ഉത്തരം പറയുന്നുണ്ട്. ഇടയ്ക്ക് വന്ന ഈ ചോദ്യത്തിന് അദ്ദേഹത്തിന് കൃത്യമായിട്ട് മനസ്സിലായില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷെ മനസ്സിലാകാത്തതിൻ്റെ പിന്നിലുള്ള കാര്യം ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇത്തരത്തിലുള്ളൊരു ധാരണ കൂടി കിടപ്പുണ്ടെന്നാണ്. എന്ന് പറഞ്ഞാൽ അവർ ചോദിക്കുന്നത് ഇത്തരത്തിലുള്ളൊരു ചോദ്യമായിരിക്കും. താങ്കൾ ഒരു മുസ്ലിം വിഭാഗത്തോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ അവരോട് അടുത്ത് നിൽക്കുന്ന ഒരാളാണോ എന്ന് പറയുന്ന ചോദ്യമായിരിക്കും എന്ന് പറയുന്ന മുൻധാരണ കൂടി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ രൂപപ്പെടാൻ കാരണമായിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് നോ 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 ഐ എം എ ഹിന്ദു എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ധാരണകളൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത് സതീശൻ അറിയാവുന്നതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ചെറിയൊരു ട്രപ്പീസ് കളിയായി കൂടി ഇതിനെ കാണണം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എന്നുള്ളതാണ് എനിക്ക് നിങ്ങൾ പറയാനുള്ളത്. ഇതാണ് വാസ്തവം. അല്ലാതെ ജിൻഡോ ജോൺ അദ്ദേഹം വി.ഡി. സതീശനോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ രാവിലെ എഴുന്നേറ്റ് ഇത്തരത്തിലൊരു പോസ്റ്റ് ഇടുകയും അതിനെ നഖശികാന്തം എതിർക്കുകയും ചെയ്യും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. സത്യസന്ധമായി എനിക്ക് പരിചയമുള്ള ആളാണ്. ഞാൻ വേണമെങ്കിൽ വിളിച്ചു വയ്ക്കായിരുന്നു, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നി. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിലുള്ള ഒരു ആംഗിൾ കൂടി ഒരുപക്ഷെ ഇതിനുണ്ടാകാം എന്നുള്ള എൻ്റെ സംശയം കൂടിയാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പങ്കുവെക്കുന്നത്. ഇത്തരത്തിലുള്ള പല അഭ്യാസങ്ങളും നമ്മളിനി കാണാനിരിക്കുന്നതേ ഉള്ളൂ. പഴശ്ശി യുദ്ധം ഇനിയും കമ്പനി കാണാനിരിക്കുന്നതേ ഉള്ളൂ. ടോപ്പിക്ക് കഴിഞ്ഞു. ഇനി താല്പര്യമുള്ളവർ മാത്രം കേട്ടാൽ മതി. നമ്മുടെ ചാനൽ മറ്റൊരു ചാനൽ കൂടി സംപ്രേഷണം ആരംഭിക്കുകയാണ് നാളെ മുതൽ. ആ ചാനലിൻ്റെ പേര് BCC വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്. ബിയോണ്ട് കോമൺ കോൺഷ്യസ്നസ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയൊക്കെ കൂടി ഇപ്പോൾ ആളുകളിൽ ഉണ്ടാക്കി വെക്കുന്നൊരു പൊതുബോധത്തിൻ്റെ നിർമ്മിതികളുണ്ട്. ആ നിർമ്മിതികളെ പൊളിച്ചെടുക്കാൻ പൊതുബോധത്തിനപ്പുറം നിങ്ങളെ ചിന്തിപ്പിക്കാനുള്ള ഒരു എളിയ ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. അതിൻ്റെ ഒരു വളരെ ലെങ്തി ആയിട്ടുള്ളൊരു പോഡ്കാസ്റ്റ് നാളെ നമ്മൾ ടെലികാസ്റ്റ് ചെയ്യും. ആ ടെലികാസ്റ്റ് ചെയ്തതിൻ്റെ പ്രമോ ഇപ്പോൾ ഇതിനകത്ത് കിടക്കുന്നുണ്ട്. ആ പ്രമോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. കഴിഞ്ഞ 2021 അധികാരത്തിലേക്ക് വന്നിട്ടുള്ള പിണറായി വിജയൻ ഗവൺമെൻറ്, ആ പിണറായി വിജയൻ സർക്കാരിനുമൊക്കെ തന്നെ ഒരു കരുതൽ മുഖ്യമന്ത്രിയും ക്യാപ്റ്റൻ മുഖ്യമന്ത്രിയും
പ്രളയവും നിപ്പയും അതുപോലെ തന്നെ കൊറോണയും ഒക്കെ പോലെയുള്ള ദുരന്തമുഖങ്ങളിൽ കേരളത്തെ സംരക്ഷിച്ചു പിടിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ഇമേജിൽ നിന്നും എങ്ങനെയാണ് മാധ്യമങ്ങളുടെയൊക്കെ കൂടി മാധ്യമങ്ങളുടെയും രാഷ്ട്രീയക്കാരുടെയും ഒക്കെ ഗൂഢാലോചനകളിലൂടെ എങ്ങനെയാണ് ഇമേജ് കൃത്യമായി തകർക്കപ്പെട്ടത്, അതിനുശേഷം എങ്ങനെയാണ് ഇപ്പോൾ വലിയ പരാജയത്തിലേക്ക് നീങ്ങിയത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വളരെ വിശദമായി പ്രതിപാദിക്കുന്ന ഒരു പോഡ്കാസ്റ്റാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ എല്ലാവരും തന്നെ കാണാൻ. ഇതെല്ലാം തന്നെ വലിയ പണച്ചെലവുള്ള കാര്യമായതുകൊണ്ട് തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നവർ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് കൂടി ഞാൻ ആവശ്യപ്പെടുന്നു. അതിൽ നമ്മുടെ മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. മെമ്പർഷിപ്പ് ഇപ്പോൾ ഈ ചാനലിൽ യൂട്യൂബ് നൽകുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ലെവൽ 1 179, ലെവൽ 2 359, ലെവൽ 3 799. നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമുള്ളത് അടച്ചുകൊണ്ട് മെമ്പർഷിപ്പ് എടുക്കാം. ഇനി മെമ്പർഷിപ്പ് എടുക്കാനല്ല, ഒറ്റത്തവണ കുറേ കൂടി വലിയ സഹായങ്ങൾ ചെയ്യാൻ കഴിയുന്നവർക്ക് അതും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പറും കൂടി താഴെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് അറിയിക്കട്ടെ. ഇതെടുത്തത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ഗുണം കിട്ടുമെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഏതാനും ചില വീഡിയോകൾ നേരത്തെ കാണാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ മെമ്പർഷിപ്പ് എടുത്താൽ. അതുകൊണ്ട് തന്നെ വലിയ ബെനിഫിറ്റ് ഒന്നും ഉണ്ടാകണമെന്നില്ല. പക്ഷേ കുറേ കൂടി സത്യസന്ധമായും നിഷ്പക്ഷമായും ഒക്കെ പറയുന്ന വാർത്തകളെ അപഗ്രഥിക്കുന്ന ഒരു ചാനൽ നിങ്ങൾക്കുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളൊക്കെ തന്നെ ഈ ചാനൽ പല വലിയ ചാനലുകളുടെയും ആ ചാനലുകളുടെ അജണ്ടകളിലും പെട്ട വാർത്തകൾ നിങ്ങൾ എന്ത് കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നു ആ വാർത്തകൾ മാത്രം കേൾക്കുകയും അതിന് മാത്രം അടിമപ്പെട്ടു പോവുകയും ചെയ്യും എന്നുള്ളതാണ്. അത്തരത്തിലുള്ള പൊതുബോധത്തിൻ്റെ അപനിർമ്മിതികൾക്കെതിരെ കൂടിയാണ് നമ്മളുടെ പുതിയ ചാനൽ. ആ ചാനലിൻ്റെ പേര് മറക്കണ്ട, BCC വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്. കാണാൻ മറക്കരുത്.